ശ്രീ ATG മോഹൻദാസ്, രാഷ്ട്രീയ ഭാവി അനിശ്ചിതത്വത്തിലാകുന്ന സാഹചര്യത്തിൽ നിന്ന് PV അൻവർ ഒരൽപ്പം മുന്നോട്ട് പോയിരിക്കുന്നു. സ്വീകാര്യനായി തുടങ്ങിയിട്ടുണ്ട് UDF-ലേക്ക്. ഒരുപക്ഷെ താൻ ഇത്തരത്തിൽ പൊതു താൽപര്യത്തിലടക്കം ഇടപെടും, തുടർന്നും ഇടപെടലുണ്ടാകും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് PV അൻവർ പൊതുജനങ്ങളെ അടക്കം ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി PV അൻവർ ഉദ്ദേശിച്ച തരത്തിൽ തന്നെ രാഷ്ട്രീയ ഭാവി നീങ്ങുമോ, അതോ PV അൻവറിനെ കൊണ്ട് ഈ രാഷ്ട്രീയ നാടകം കളിപ്പിച്ച പിന്നിൽ ഏതെങ്കിലുമൊക്കെ ശക്തികളുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണോ കാണാനും കഴിയുന്നത്? അത്രയ്ക്കൊരു പ്രവചനം നടത്താനുള്ള സമയമായിട്ടില്ല. PV അൻവറിൻ്റെ പിന്നിൽ ആരാണ് എന്നൊരു ചോദ്യം നമ്മുടെ ചർച്ചയിലും ഉണ്ടായി. ആരാണെന്ന് വാസ്തവത്തിൽ ആർക്കും അറിയില്ല. ബട്ട് PV അൻവറിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഇതുപോലത്തെ ശക്തികളുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ചാനലുകൾ സൂക്ഷ്മമായിട്ടൊന്നും വേണ്ട, ഒരു ബ്രോഡായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ PV അൻവർ ഇഷ്യൂ ഒരു പ്രത്യേക രീതിയിൽ കവർ ചെയ്യുന്ന ഒരു ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ചാനൽ ആരാണ് നടത്തുന്നതെന്ന് നോക്കിയാൽ ആരാണ് PV അൻവറിൻ്റെ പിന്നിലെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അവർ മാത്രമാണ് പിന്നിൽ എന്ന് പറയാനും പറ്റില്ല. കാരണം പലതിൻ്റെയും പിന്നിൽ ചുമ്മാ അങ്ങ് കയറി നിൽക്കുന്ന സ്വഭാവവും ഈ പറഞ്ഞ ആൾക്കാർക്കുണ്ട്. ഈ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ സ്വഭാവം, ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മളാണ് എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല. പിന്നെ അഡ്വക്കേറ്റ് PM നിയാസ്, എനിക്കറിയില്ല, അദ്ദേഹം എന്തോ ചിന്തിച്ചുറച്ച് ഈ ചാനലിൽ വന്നിരുന്നു. അത് പറയാനൊരു അവസരം കിട്ടാതെ വന്നപ്പോൾ അനവസരത്തിൽ അദ്ദേഹം കയറിയിട്ട് കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം ആരോപിച്ച പോലെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ PV അൻവർ തുടക്കം മുതൽ ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സിൽ സ്ഥലമില്ല, PV അൻവർ മിക്കവാറും ഒരു UDF-ലെ കക്ഷി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിലായിരിക്കും ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ അൻവർ വിചാരിക്കുന്ന മാതിരിയുള്ള ഒരു ഷൈനിങ് ഒന്നും അൻവറിന് ഉണ്ടാവാനും പോകുന്നില്ല. അൻവർ ഒരു ഷോ നടത്തി എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ എക്സിസ്റ്റിംഗ് പൊളിറ്റീഷ്യൻസ് ഉണ്ടല്ലോ, സീസൺഡ് പൊളിറ്റീഷ്യൻസ്, കുഞ്ഞാലിക്കുട്ടി, ET മുഹമ്മദ് ബഷീർ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇവരൊക്കെ പൊട്ടന്മാരാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഈ PV അൻവറിനെ വിലയിരുത്താൻ നമ്മൾ മാത്രമല്ല, അവർക്കും നന്നായിട്ടറിയാം ഇതെങ്ങോട്ട് പോകും, എവിടം വരെയൊക്കെ പോകും, എത്ര രാഷ്ട്രീയ കളികൾ നടന്നിരിക്കുന്നു ഇതിനിടയ്ക്ക് തന്നെ. അപ്പോൾ അതുകൊണ്ട് PV അൻവർ അങ്ങ് വിപ്ലവം സൃഷ്ടിച്ച് കളയും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ആകെ അനാഥനായി പോകാതെ ഒരഭയം കൊടുക്കാൻ മുസ്ലിം ലീഗ് ഒരുപക്ഷെ തയ്യാറായേക്കും. ഒരു തവണ സംസാരിച്ചു എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോൺഗ്രസ് ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഫോണിലായിരുന്നു അദ്ദേഹം ഒരു ചാനലിൽ. അദ്ദേഹം പറഞ്ഞു ഇത്തരം ചോദ്യങ്ങൾ UDF-ൽ ചേരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഫോണിൽ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുമോ? അതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് വരട്ടെ, നേരം നോക്കാം. സുധാകരനാണെങ്കിൽ ഇങ്ങനൊരു ചർച്ചയും നടന്നിട്ടില്ല, ഒരു ചുക്കും നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു ചർച്ചയും ചെയ്തിട്ടില്ല. കാരണം കോൺഗ്രസ്സിന് അവരുടേതായ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ മുറി നിറഞ്ഞ് ഇനി ഒരാൾക്ക് സ്ഥലമില്ല എന്ന് കോൺഗ്രസ്സിൽ. അങ്ങനെ ഒരു സാച്ചുറേഷൻ ഒരു പാർട്ടിക്ക് വരാമല്ലോ. അതുകൊണ്ടാണ് ആദ്യം ഞാനിത് പറയുമ്പോഴും ഞാൻ പറഞ്ഞു കോൺഗ്രസിൻ്റെ ഒരു കുറ്റമായിട്ടോ കുറവായിട്ടോ അല്ല ഞാൻ പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ ഓൾറെഡി സാച്ചുറേറ്റഡ്. പുതിയ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുക, ലാറ്ററൽ എൻട്രി നടത്തുക, ഇങ്ങനൊരു കാര്യം കോൺഗ്രസ്സിന് ഇപ്പോൾ ആലോചിക്കാൻ പറ്റില്ല. ആകെ കൂടെ അത് ചെയ്യാനൊരു സാധ്യതയുള്ളത് മുസ്ലിം ലീഗിനാണ്. അതുകൊണ്ട് ഒരുപക്ഷെ മുസ്ലിം ലീഗ് എടുത്താൽ എടുത്തു, അതല്ലെങ്കിൽ അൻവർ വീണ്ടും അനാഥനാകും. അൻവറിന് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജനപിന്തുണയൊന്നും ആയിട്ടില്ല. അൻവർ ഇപ്പോൾ ക്രിസ്ത്യാനികളെ കൂട്ടുപിടിക്കാൻ നോക്കുന്നു. വഖഫ് എന്നുള്ള ഒറ്റ വിഷയത്തിൽ അൻവർ തലകുത്തി വീഴും, ഇല്ലേ? വീഴും. ഈ ഇഷ്യൂസ് പല രീതിയിലാണ്. തീരദേശത്ത് വന്നു കഴിയുമ്പോൾ വേറൊരു ഇഷ്യൂ, മലയോരത്ത് വേറൊരു ഇഷ്യൂ. അൻവർ വിചാരിക്കുന്ന പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല കേരള രാഷ്ട്രീയം. അതുകൊണ്ട് അൻവറിൻ്റെ മുമ്പിൽ സുശോഭനമായ ഒരു ഭാവി തുറന്നിരിക്കുന്നു. ഇനി പുറകോട്ട് നോക്കേണ്ടി വരില്ല, ഇതാ ഒരു നേതാവ്, ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല. ഒരഭയം, ഏതെങ്കിലും ഒരു കോലായിൽ ഒരു ചായ്പിൽ കിടക്കാൻ മുസ്ലിം ലീഗിലൊരു സ്ഥലം കിട്ടിയാൽ ഭാഗ്യം. ഇത്രയൊക്കെ ആയിട്ടുള്ളൂ അൻവർ. അൻവറിൻ്റെ പിന്നിൽ ഏത് ശക്തി ഉണ്ടെങ്കിലും കേരളത്തിൽ ഇതിൽ കൂടുതലൊക്കെ പെർഫോം ചെയ്യാൻ പ്രയാസമാണ്. അല്ലെങ്കിൽ ഗ്രൗണ്ടിലുമില്ല അതിൻ്റേതായ വർക്കുണ്ടാവണം, കാശുണ്ടാവണം. ഇത് രണ്ടും ഉണ്ടായിട്ട് പോലും കിറ്റക് സാബു പരാജയപ്പെട്ടു.
നാട് വിടേണ്ടി വന്നു. ഇതാണ് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതി. ഇത് ഞാൻ ആരെയും കുറ്റം പറയുകയോ കുറവ് ചൂണ്ടിക്കാണിക്കുകയോ ഒന്നുമില്ല. ദാറ്റ് ഈസ് ദ വേ കേരള പൊളിറ്റിക്സ് ഈസ് ഫങ്ഷനിങ് ഫോർ ദ പാസ്റ്റ് സെവറൽ ഇയേഴ്സ്.